ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു, രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തു പറയുന്നു, എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോൾ നമുക്ക് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചൊരു രാവിലെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നാ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് മോളുടെ ഡ്രസ്സ് യൂണിഫോം അയൺ ചെയ്യുമായിരുന്നു. ആളും അയൺ ചെയ്യും, മോളും അയൺ ചെയ്യും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ചെയ്താൽ അപ്പത്തേക്ക് നന്നായിട്ട് അയണായിട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ചുളുങ്ങിയ പോലെ തന്നെ ഇരിക്കും. കുറച്ച് നമ്മൾ ഫോഴ്സ് കൊടുത്ത് നമ്മൾ അയൺ ചെയ്യണം. സാധാരണ ഹസ്ബൻഡാണ് ചെയ്യുന്നത്, ആളില്ലാത്ത കാരണം ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് ഉടനെ അയൺ ചെയ്ത് അവിടെ ഹാങ് ചെയ്ത് വെച്ചു. നിങ്ങളൊക്കെ എങ്ങനെയാണ്? കുട്ടികളെ തന്നെ അയൺ ചെയ്യുമോ, അതോ നിങ്ങളാണോ അയൺ ചെയ്ത് കൊടുക്കുന്നത്, അതോ ഹസ്ബൻഡാണോ അയൺ ചെയ്യുന്നത്? കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അതോ നേരത്തെ അയൺ ചെയ്ത് വെക്കുമോ, അങ്ങനെ പറയണം കേട്ടോ. എന്തായാലും കമൻറ്റിൽ എന്തായാലും എനിക്കറിയണം. അപ്പോൾ അങ്ങനെയാണ് യൂണിഫോം എന്തായാലും അയൺ ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി വന്നത്. രാവിലെ കടച്ചക്ക കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് പറ്റിയെന്നറിയോ, കടച്ചക്ക ഞാൻ നേരത്തെ മുറിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രീസറിലാണ് ഞാൻ വെച്ചത്. ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ താഴെ വെച്ചു. രാവിലെ നോക്കിയപ്പോൾ അതൊക്കെ കറുത്ത് ആ കൂടെ വെള്ളമൊക്കെ അതൊന്ന് ഒഴുകി ആകെ മൊത്തത്തിൽ രാവിലെ തന്നെ മൂഡ് ഫുൾ സ്പോയിലായി. അങ്ങനെ അത് കേടുവന്നെന്നാണ് തോന്നുന്നത്, ശരിയാവുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ അയണിങ് ബോർഡില്ല, അതിൻ്റെ ഒരു കവറ് കാണിക്കുന്നതാണ് കേട്ടോ. ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ അയണിങ് ബോർഡ് കുറച്ച് കളറ് മേലെ എന്തോ പോലെ ഉണ്ടായിരുന്നു, പിന്നെ തിക്നെസ്സും കുറവ് പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആമസോണിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ കവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല കോട്ടൺ, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലായിരുന്നു അത്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചായിരുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ അതുപോലെ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ലിങ്കൊന്നും ഇടുന്നില്ല. പിന്നെ രാവിലെ തന്നെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ, സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ പനീർ ബുർജി എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ അല്ലേ, എഗ്ഗൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ പനീറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീറുണ്ടെങ്കിൽ. പനീർ ഏത് ഫോമിൽ ഉണ്ടാക്കി കൊടുത്താലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചാൽ, ഉള്ളി നന്നായി വഴറ്റണം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ പക്ഷേ അതൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടു. അപ്പോൾ ഈ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ മട്ടൺ മസാലയോ മീറ്റ് മസാല എന്ത് വേണമെങ്കിലും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമുക്ക് ഓരോ മസാല ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് വഴറ്റണം. എല്ലാം നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നന്നായി വഴഞ്ഞതിന് ശേഷം കുറച്ച് ഉള്ളിയല്ല തക്കാളി നന്നായിട്ട് കുഞ്ഞായിട്ട് മുറിച്ച് അതിൻ്റെ തൊട്ടിട്ട് നന്നായി അടച്ച് വെച്ച് എടുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അത് തക്കാളിയും അതേപോലെ തന്നെ നന്നായിട്ട് അതിലോട്ടങ്ങ് അലിഞ്ഞ് വരണം. അതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. ചില പീസസ് ഒന്നും അങ്ങനെ അലിയാതെ കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് കിട്ടും. കണ്ടില്ലേ? വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്ന് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പനീർ ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചിട്ടാലും മതി. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലതാണിത്. പിന്നെ ഫ്രൈഡ് റൈസോ ഇങ്ങനെ ബിരിയാണി എനിക്കറിയില്ല, ഇവിടെ എങ്ങനെ കൊടുത്താലും കഴിക്കും, എന്തിൻ്റെ കൂടെ കൊടുത്താലും കഴിക്കും. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഇതങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. സാധാരണ പനീർ മസാലയാണ് ഉണ്ടാക്കാറ്, ബട്ടർ പനീർ മസാലയില്ലേ, അതാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ശരി, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബുർജി ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഉപ്പൊക്കെ കുറച്ച് അത്യാവശ്യം ഇടണം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം സാധാരണ അത് തന്നെയാണ് ഉച്ചയ്ക്ക് കൊടുത്തു വിടാറ്. പക്ഷേ ഇപ്പോൾ പറയുന്നു അത് ഭയങ്കര ഡ്രൈ ആവുന്നു, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോറ് തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചോറും കുറച്ച് നേരത്തെ ഉണ്ടാക്കി. സാമ്പാറും പിന്നെ ഈസി ആണല്ലോ ഉണ്ടാക്കാൻ, അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അതേപോലെ തന്നെ ശരി, നീ അടുത്ത ചപ്പാത്തി പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വെച്ചു. ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആർക്കൊക്കെ അത് ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. എനിക്ക് സത്യമായിട്ടും ഇഷ്ടമല്ല ചപ്പാത്തി ഉണ്ടാക്കാൻ. പൂരി കൂടെ ഓക്കെ, അത് അത്ര നേരം ഇരുന്ന് പരത്തണ്ടല്ലോ, ചെറിയ റൗണ്ട് മതിയല്ലോ. ചപ്പാത്തിക്ക് കുറച്ച് വലിപ്പം വേണം, പിന്നെ കുറേ നേരം നിന്ന് തിരിച്ചും മറിച്ചും ഇട്ട് എനിക്ക് ശരിയാവേ ഇല്ല ചപ്പാത്തി. എങ്ങനെ ഉണ്ടാക്കിയാലും എപ്പോഴെങ്കിലും ഒരിക്കൽ നന്നാവും എന്നല്ലാതെ എപ്പോഴും ഒന്നും നന്നാവില്ല. ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയൊക്കെ തന്നെ എപ്പോഴും തുടങ്ങുക, പക്ഷേ അവസാനം അത് ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എൻഡാവുന്നത്. അപ്പോൾ അങ്ങനെ
അപ്പോൾ ആദ്യം 2 ഉണ്ടാക്കി വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ വെച്ചാൽ എന്തായാലും എടുത്തതല്ലേ, പിന്നെ ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടാക്കി വയ്ക്കുക വെച്ചു. 5-6 ഉണ്ടാക്കി. ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതുപോലത്തെ ഈ സിലിക്കോൺ ഷീറ്റ് എത്ര പേരെ ഉണ്ട്, മാറ്റാണ് കേട്ടോ അത്. ചപ്പാത്തിയൊക്കെ നമുക്കിതുപോലെ പരത്താനൊക്കെ ഭയങ്കര ഈസിയാണ്. ഈ കുറച്ച് സ്പേസ് ഉള്ളവർക്കൊക്കെ ഇതുപോലത്തെ സംഭവം നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് എൻ്റെ കയ്യിൽ മറ്റേ ഒരു മാർബിളിൻ്റെ കല്ലായിരുന്നു. അയ്യോ അത് ഭയങ്കര വെയിറ്റ്, പിന്നെ അതിനൊരു സ്പേസ് കണ്ടുപിടിക്കണം. ഈ സംഭവം ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന കണ്ട് ഞാൻ ചോദിച്ചായിരുന്നു. ആ പുള്ളിക്കാരി അപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടം. എവിടെയെങ്കിലും മടക്കി അല്ലെങ്കിൽ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, വെയിറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ഓർഡർ ചെയ്തു. സംഭവം കൊള്ളാം കേട്ടോ, നല്ലതാണ്. ആരെങ്കിലും അത് വാങ്ങിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ ഒന്ന് തിളച്ചിട്ട് ഓഫാക്കി ഇടും. അപ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് വെന്ത് ഇരിക്കും. പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചൊന്ന് വാർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് റെഡിയാവും കേട്ടോ. സോ അങ്ങനെയാണ് എപ്പോഴും ഞാൻ ചെയ്യാറ്. എഴുന്നേറ്റ ഉടനെ അരി ഇടും. അരി ഇട്ടിട്ട് ഒരു കുറച്ച് നേരം തിളപ്പിച്ചിട്ട് നടച്ചങ്ങ് വയ്ക്കും. പിന്നെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അതൊന്ന് നോക്കും. അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയണം കേട്ടോ. എല്ലാവരും കമൻറ്റിൽ കൂടെ കാര്യങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. കുറേ ആയില്ല നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. പിന്നെ ചപ്പാത്തി കണ്ടില്ലേ, അതിങ്ങനെ നിന്ന് പ്രസ് ചെയ്ത് ഞാൻ പിന്നെ അപ്പോഴേ എണ്ണയൊന്നും ഒഴിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഫുൾ പുക നിറയും. എത്ര എക്സോസ്റ്റ് ഫാൻ ഇട്ടാലും എന്ത് ചെയ്താലും ഫുള്ള് പുകയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം ചുട്ടെടുക്കും. എന്നിട്ട് അതിന് ശേഷം ഞാൻ നെയ്യ് എല്ലാം ചുട്ടിട്ട് നമ്മൾ ഹോട്ട് ബോക്സിൻ്റെ അകത്ത് വയ്ക്കില്ല. അതിന് ശേഷം ഞാൻ നെയ്യ് തേച്ച് വയ്ക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എണ്ണ നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ചൂട് ഇതിലോട്ട് ഇടുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് പുകഞ്ഞങ്ങ് ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു പരിപാടി അങ്ങ് നിർത്തിയതാണ്. പിന്നെ ഞാൻ എൻ്റെ ചപ്പാത്തി പറഞ്ഞാൽ ഉണ്ടാക്കിയതും അപ്പം കഴിക്കണം, എടുത്ത് വെച്ച് കഴിക്കുമ്പോഴത്തേനും ഹാർഡാവും. അത് ഞാൻ കുറേ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നന്നായിട്ട് വരും കേട്ടോ, എപ്പോഴും ഒന്നും നന്നായിട്ടൊന്നും വരില്ല. അതിൻ്റെ കൂടെ പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഞാൻ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യായിരുന്നു. സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കി. അതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. സാമ്പാറിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ചിട്ട്, ഒത്തിരി ആവരുത്, ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എന്നിട്ട് പിന്നെ ഞാൻ ഉപ്പേരി തോരൻ മെഴുക്ക് വരട്ടി എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതിന് ഞാൻ പനീർ ബുർജിയാണ് വെച്ചത്. അതും കാണാൻ തന്നെ നല്ലതായിരുന്നു. നല്ല മണം ഗരം മസാലയുടെയും പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരുന്നു കേട്ടോ. ടേസ്റ്റും അടിപൊളിയായിരുന്നു. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്കൂളിലൊക്കെ വിട്ട് ബസ് വരും. നമുക്ക് ബസ് 8:10 ആകുമ്പോഴത്തേനും 8:15 ആകുമ്പോഴത്തേനും ബസ് വരും. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ പോയി നിൽക്കും. അതുവരെ മെയിൻ റോഡിലോട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്നാൽ മതി. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ചായ പരിപാടി. അതുവരെ വെള്ളം കുടിച്ച് വിശന്നാലും ഒക്കെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ തന്നെ ചായ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ ഒരു 8:30 ആയി ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ. എന്നിട്ട് പിന്നെ വന്നിരുന്ന് കുറച്ച് നേരം നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും ഡിവോഷണൽ സോങ്സ് വല്ലതും ഓണാക്കിയിട്ടിട്ട് ചിലപ്പോൾ ഒരു മൂഡുണ്ടെങ്കിൽ പേപ്പർ എടുത്ത് വായിക്കും. നല്ല ന്യൂസ് മാത്രമേ ഞാൻ വായിക്കുള്ളൂ. സങ്കടമുള്ള ന്യൂസുകളൊന്നും ഞാൻ മാക്സിമം വായിക്കാറില്ല രാവിലെ തന്നെ. അതേപോലെ ഈ ന്യൂസ് നമ്മൾ TV ന്യൂസിലും അതേപോലെ ചിലത് ഓണാക്കിയാൽ തന്നെ സങ്കട ന്യൂസുകളും അതും ഇതൊക്കെ ആയിരിക്കും. എനിക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കും. അത് രാവിലെ തന്നെ കേട്ടാൽ കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാറ്റും. അപ്പോൾ രാവിലെ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങളോ അതുപോലെയൊക്കെ ആയിരിക്കും മാക്സിമം ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.